ശബരി റെയിൽ പദ്ധതി രണ്ട് ഘട്ടമായി വിപുലീകൃതമായി നടപ്പാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. യോഗത്തിലെ മറ്റു തീരുമാനങ്ങളൊക്കെ നമുക്ക് ഷീജയോട് ചോദിച്ചറിയാം. അസിത, ഷീജ വരുന്നു. ഷീജ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് വിനിഷ. അസിത, ഷീജ, സ്വപ്ന പദ്ധതിയാണ്. അത് ഏറ്റവും വേഗത്തിൽ തന്നെ നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ഇന്നത്തെ യോഗത്തിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും ഏറെക്കാലമായി കേരളം കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിനുവേണ്ടി വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും വേണ്ട രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഇല്ലാതെ വൈകുന്നൊരു പദ്ധതി. ഈ ഒരു ഘട്ടത്തിലാണ് അതിൻ്റെ കൂടുതൽ യോഗങ്ങൾ ചേർന്ന് അതിൻ്റെ തുടർ നടപടികളിലേക്ക് അടിയന്തരമായി കടക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഏതായാലും നിലവിലിപ്പോൾ രണ്ട് ഘട്ടമായി വിപുലീകൃതമായ രീതിയിൽ നടപ്പാക്കാനുള്ളൊരു തീരുമാനമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട് അനുമതി ലഭ്യമാക്കാൻ അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അങ്കമാലി എരുമേലി നിലയ്ക്കൽ പാത പൂർത്തീകരിക്കാനാണ് ആദ്യഘട്ടത്തിലുള്ളൊരു തീരുമാനമെന്ന് പറയുന്നത്. ഇതിൽ തന്നെ നിർമ്മാണ ചെലവിൻ്റെ 50% തുക കിഫ്ബി വഹിക്കാമെന്ന സർക്കാർ തീരുമാനം നേരത്തെ കൈക്കൊണ്ടിരുന്നു. ആ തീരുമാനം തുടരുന്നതായിരിക്കും. പക്ഷേ കേന്ദ്ര സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു അഭ്യർത്ഥന നടത്തും. അത് ഈ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നുള്ളൊരാവശ്യം സംസ്ഥാനം കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുന്നതായിരിക്കും. RBIയുമായി ചേർന്നുള്ളൊരു ത്രികക്ഷി കരാർ വേണ്ട എന്നുള്ളൊരു നിലപാടും സംസ്ഥാനം ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്. അതും അറിയിക്കുന്നതായിരിക്കും. നിലവിൽ സിംഗിൾ ലൈനുമായി മുന്നോട്ട് പോകും. വികസന ഘട്ടത്തിൽ പാത ഇരട്ടിപ്പിക്കൽ പരിഗണിക്കാം എന്നുള്ളൊരു നിലപാടാണ് നിലവിലിപ്പോൾ ഏതായാലും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അങ്കമാലി മുതൽ എരുമേലി വരെ 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള ശബരി റെയിൽ ലൈന് നമുക്കറിയാം 97-98 റെയിൽവേ ബജറ്റിലെ നിർദ്ദേശമാണ് ഈ ഒരു പദ്ധതിയുടേത്. 8 കിലോമീറ്ററോളം സ്ഥലമെടുപ്പ് ഇതിനുവേണ്ടി പൂർത്തിയായിരുന്നു. അതിനൊപ്പം തന്നെ അങ്കമാലിക്കും കാലടിക്കും ഇടയിലുള്ള 7 കിലോമീറ്റർ പാതയുടെ നിർമ്മാണം വളരെ മുൻപ് തന്നെ പൂർത്തീകരിച്ചതുമാണ്. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമാണ് ഈ ഒരു പാത ശബരി റെയിൽ പാത വൈകുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായി യോഗം ചേർന്നുകൊണ്ട് ഇതിലുള്ള പുതിയ നിർദ്ദേശങ്ങളടക്കം സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, താങ്ക് യു ഷീജ. വളരെ വ്യക്തമായി തന്നെ ഷീജ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു. ശബരി റെയിൽപാത വരും, അത് സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെ പറയാം. ഏറെക്കാലമായുള്ള ആവശ്യമാണ്.